Thank you, friends, for joining in this live. Thank you for watching me. നമ്മൾ അനൗൺസ് ചെയ്തിരുന്നത് പോലെ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലെയും എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലെയും 2 വാക്യങ്ങൾ ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനം എന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പി. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഈ 2 വാക്യങ്ങളാണ്. അത് എബ്രായ ലേഖനം 10-ലും എബ്രായ ലേഖനം 6-ലുമായിട്ട് നമ്മൾ കാണുന്ന 2 വാക്യങ്ങളാണ്. ഈ വാക്യങ്ങളെ കുറിച്ച് കുറെ അധികം പേര് സംശയങ്ങൾ ചോദിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇപ്രകാരം ഒരു വിശദീകരണം ലൈവിൽ നൽകാൻ തീരുമാനിച്ചത്. വളരെയധികം ആളുകളെ ചിന്താക്കുഴപ്പത്തിലാക്കുന്ന ഒരു വാക്യമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഇവിടെ നമ്മൾ ആദ്യം കാണുന്നത് എബ്രായ ലേഖനം 6-ാം അധ്യായത്തിലെ വാക്യം നമുക്ക് ആദ്യം വായിക്കാം. എബ്രായർ 6-ലെ വാക്യം. അവിടെ നമ്മൾ കാണുന്നത് 4-ാമത്തെ വാക്യം മുതലാണ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തവർ ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിച്ചവർ തങ്ങൾക്കു തന്നെ ദൈവത്തിനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരം. അപ്പം വൺസ് ഇലൂമിനേറ്റഡ്, ഒരിക്കൽ പ്രകാശിപ്പിക്കപ്പെട്ടവർ, ഒരിക്കൽ പ്രകാശിക്കപ്പെട്ടവർ. ആ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ ഫോർ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ഫോർ those who were enlightened once for all and who tasted of the gift, the heavenly one, and became partakers of the Holy Spirit, and tasted the good word of God and the powers of the age to come, and who fell away, to renew again to repentance, since they crucify anew to themselves the Son of God, and make a public example of him. ഇവിടെ എൻലൈറ്റൻഡ് എന്ന ഒരു വാക്കാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ സത്യവേദ പുസ്തകത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കേരളത്തിൽ കോമൺ ആയിട്ട് ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ബൈബിൾ, അപ്പൊ അത് തന്നെയാണ് സത്യവേദ പുസ്തകമാണ്. പിന്നെ വേറെ വേർഷൻസ് ഒന്നുമില്ല. കത്തോലിക്കൽ ഒരു POC ബൈബിൾ അച്ചടിച്ചിട്ടുണ്ടെങ്കിലും അത് വളരെ ചുരുങ്ങിയ കോപ്പികളാണ് പ്രചാരത്തിൽ വന്നിട്ടുള്ളത്. അത് പൊതുവായിട്ടൊന്നും ആരും അംഗീകരിക്കുന്ന ഒരു ബൈബിൾ അല്ല. പിന്നെയുള്ളത് കണിയാമ്പറമ്പിൽ കുര്യൻ കൊറപ്പിസ്കോപ്പ അച്ഛൻ്റെ ഒരു ബൈബിളുണ്ട്. അതും കുറച്ച് യാക്കോബക്കാരുടെ ഇടയിലുള്ള ഒരു പ്രചാരമേ ഉള്ളൂ. യാക്കോബക്കാർ തന്നെ പക്ഷെ അത് വീട്ടിൽ ഇങ്ങനെ മധുരമായിട്ട് വെച്ചിട്ട് ഉപയോഗിക്കുന്നത് ഈ സത്യവേദ പുസ്തകമാണ്. സോ കോമൺ ഇന്നും മലയാളികളുടെ ഇടയിൽ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന ഈ സത്യവേദ പുസ്തകം തന്നെയാണ്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ നിന്ന് വാക്യങ്ങൾ വായിക്കുന്നത്. ഒരു പൊതു സ്വീകാര്യത മറ്റ് ബൈബിളുകൾക്കൊന്നും ആർജിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അത് നമ്മൾ ഈ സത്യവേദ പുസ്തകത്തിൽ ഈ വാക്യം തർജിമ ചെയ്തിരിക്കുന്നത് പ്രകാശനം എന്ന വാക്കാണ്. അത് വളരെ മികച്ച ഒരു തർജിമയാണെന്നാണ് എൻ്റെ അഭിപ്രായം ഈ കാര്യത്തിൽ. കാരണം എൻലൈറ്റൻഡ് നല്ല വാക്കാ, പ്രകാശനം. അപ്പൊ ഒരിക്കൽ പ്രകാശനം ലഭിച്ച ശേഷം, അപ്പം ഈ ഒരു വാക്യം നമ്മൾ നോക്കുമ്പം
നമുക്ക് ഫോർട്ടിസോ എന്ന വാക്ക് ഞാൻ എപ്പോഴും ലൈവിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. കാതാർസിസ്, ഫോർട്ടിസിസ് ആൻഡ് തിയോസിസ്. അപ്പം കാതാർസിസ്, ഫോർട്ടിസിസ്, തിയോസിസ് എന്ന് നമ്മൾ പറയുമ്പോൾ ഫോർട്ടിസിസ്, അതിൽ നിന്നാണ് ഈ ഫോട്ടോ എന്ന വാക്കൊക്കെ വരുന്നത്. ഫോട്ടോസിന്തസിസ്, ഫോട്ടോ, അതാണ് ഈ പ്രകാശനം എന്ന് നമ്മൾ തർജ്ജമ ചെയ്തു വന്നിരിക്കുന്നത്. അപ്പം നമ്മളിവിടെ വായിക്കുന്നത് ഗ്രീക്കില് അത് വായിച്ചാൽ ഫോർട്ടിസ് തെൻഡാസ് എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർട്ടിസ് തെൻഡാസ് അതിൻ്റെ റൂട്ട് വേർഡാണ് നമ്മൾ ഗ്രീക്കിൽ പറഞ്ഞത് ഫോർട്ടിസോ, പ്രകാശനം ലഭിക്കുക. അപ്പൊ ഇതേ വാക്ക് തന്നെയാണ് 10-ാം അധ്യായത്തിലും 32-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ഫോർട്ടിസോ. അപ്പൊ ഈ വാക്കിനെ സംബന്ധിച്ച് ഇലൂമിനേറ്റ് ചെയ്യപ്പെടുക. എന്താണ് ഇലൂമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഇന്നലെ ഇവിടെ ഞങ്ങളുടെ വീടിന്റെ മുമ്പൊക്കെ ഒന്ന് ഇലൂമിനേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി. ലൈറ്റ് കുറച്ച് മേടിച്ചിട്ട് ഇവിടെയൊക്കെ വലിച്ചു കെട്ടി ഡോൺ ചെയ്യുക. അപ്പോൾ ഇലൂമിനേറ്റ് ചെയ്യുക. നമ്മൾ ഉത്സവങ്ങൾ വരുമ്പോൾ അമ്പലങ്ങളൊക്കെ ഇങ്ങനെ ഇലൂമിനേറ്റ് ചെയ്യുന്നതാണ്. അല്ലെ കാർത്തികയുടെ സമയം അവർ ഒരുപാട് വിളക്ക് കൊണ്ട് കത്തിക്കും. വെളിച്ചം കത്തിക്കുക, ഇലൂമിനേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെളിവുണ്ടാകുകയാണ്. ഇലൂമിനേറ്റ് ചെയ്യുക, വെളിച്ചം കൊണ്ടുവരിക, ഇലൂമിനേഷൻ, പ്രകാശിപ്പിക്കുക. അല്ലെ നാടൻ ഭാഷ പറഞ്ഞാൽ വെളിവുണ്ടാവുക. അപ്പൊ ഇലൂമിനേഷനാണ്. ഇതേക്കുറിച്ച് ആദിമ സഭയിൽ ഈ വാക്ക് ആദ്യകാലത്ത് ഉപയോഗിച്ചിരുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പം അവര് ഈ വാക്ക് ഉപയോഗിക്കുന്നത് മാമോദിസായോട് ചേർത്താണ്. മാമോദിസായിക്കാണ് അവർ ഫോർട്ടിസോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇലൂമിനേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ജീവിതത്തിൽ കഷ്ടങ്ങളിലൂടെ, പ്രയാസങ്ങളിലൂടെ സഞ്ചരിക്കുക. ഈ പ്രയാസം, കഷ്ടം എന്ന് പറയുമ്പോൾ ശാരീരികമായ രോഗങ്ങളോ സാമ്പത്തികമായ തകർച്ചകളോ ഒന്നും തന്നെ ആയിരിക്കണമെന്നില്ല. കഷ്ടം എന്ന് പറയുമ്പോൾ മനുഷ്യജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ കഴിയാതെ വരുന്നതാണ് ഏറ്റവും വലിയ കഷ്ടം. മനുഷ്യജീവിതത്തിന് മീനിങ് ഓഫ് ലൈഫ്, ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ കഴിയാതെ വരിക. നമ്മൾ ആരാണ്? നമ്മൾ എവിടെ നിന്ന് വന്നു? നമ്മൾ എന്തിനിവിടെ ആയിരിക്കുന്നു? നമ്മൾ എവിടേക്ക് പോകുന്നു? ഇവിടെ ആയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ത്? There are so many questions like that. പന്നികൾ ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കാറേ ഇല്ല. പന്നികൾ എന്ന് പറഞ്ഞാൽ ചില മനുഷ്യരെ യേശു കർത്താവ് വിശേഷിപ്പിച്ചതാണ്. പന്നികൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നിലത്തോട്ട് കുനിഞ്ഞ് ഇങ്ങനെ മാലിന്യങ്ങൾ ഭുജിച്ച് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അപ്പൊ പന്നികൾക്കുള്ളതല്ല. പന്നികളെ സംബന്ധിച്ച് they don't bothered about these things. അപ്പൊ അങ്ങനെ ഉള്ള ആളുകളുണ്ട്, പന്നികൾക്ക് തുല്യമായിട്ട് ജീവിക്കുന്ന ആളുകൾ. ഫോർട്ടിസോ എന്ന് പറഞ്ഞാൽ പ്രകാശനമാണ്. അപ്പൊ അങ്ങനെയുള്ള ഈ കാതാർസിസിൽ ജീവിക്കുമ്പോൾ ചില ആളുകൾക്ക് എന്തുണ്ടാകുകയാണ്? പ്രകാശം അടിക്കുകയാണ് ഫോർട്ടിസോയിൽ. ഇവരെ മാമോദിസ കൊടുക്കുന്നതിനെയാണ് അന്ന് ഈ വാക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. മാമോദിസ സ്വീകരിക്കുകയാണ്. ഇലൂമിനേറ്റഡ് ഈസ് വാഷ്ഡ്. അംബ്രോസ് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. AD 374 AD 165 ജീവിച്ച ജസ്റ്റിൻ മാർട്ടിയറിന്റെ അപ്പോളജി ഉണ്ട്. അപ്പം നിങ്ങൾ വളരെ അത്യാവശ്യമായിട്ട് ഓരോ ക്രൈസ്തവനും വായിക്കേണ്ടതാണ്. യു മസ്റ്റ് റീഡ് ജസ്റ്റിൻ മാർട്ടിയർ. അതൊക്കെ ഫ്രീ ആയിട്ട് ഓൺലൈനിൽ കിട്ടും. ജസ്റ്റിൻ മാർട്ടിയറുടെ ഡിബേറ്റ് ഉണ്ട്, ഡയലോഗുണ്ട് ക്രിസ്തുവിനെ സംബന്ധിക്കുന്നത്. അതായത് AD 150 നടത്തിയ ഡയലോഗാണ്. ബുക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വായിക്കാൻ പറ്റും. ക്രിസ്റ്റോളജി ഗ്രഹിക്കുമ്പം എൻ്റെ ഒരു പ്രൈമറി ആയിട്ട് നിങ്ങൾ അത് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പൊ ജസ്റ്റിൻ മാർട്ടിയർ ഈ വാക്കാണ് ബാപ്റ്റിസത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് മനസ്സിലാക്കണം. ഈ ഓരോ കാര്യങ്ങളും നമ്മൾ ഗ്രഹിക്കുമ്പം അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കോണ്ടെക്സ്റ്റ്, അതേക്കുറിച്ച് നമ്മൾ ഒത്തിരി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ടെക്സ്റ്റ് ഉണ്ട്, അതിൻ്റെ പ്രീ ടെക്സ്റ്റ് ഉണ്ട്, അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഉണ്ട്. ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് എന്താണ്. ഇപ്പൊ എബ്രായ ലേഖനം ആർക്കാണ് എഴുതിയത്? എബ്രായ ലേഖനം എഴുതിയത് യഹൂദ ക്രൈസ്തവർക്കാണ്. അതുകൊണ്ടാണ് ഹീബ്രൂസ് എന്ന് പറയുന്നത്. എബ്രായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബ്രായർക്ക് എഴുതിയതാണത്. എബ്രായർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇസ്രായേലരാണ്. അപ്പൊ ഈ എബ്രായരിൽ നിന്ന് ക്രൈസ്തവരായ എബ്രായ ക്രിസ്ത്യാനികളുണ്ട്. അപ്പൊ ദീസ് എപ്പിസ്റ്റൽ അഡ്രസ്സിംഗ് ദം, എക്സ്ക്ലൂസീവ്ലി അഡ്രസ്സിംഗ് ദം. അപ്പൊ ഈ ലേഖനം എബ്രായരിൽ നിന്ന് ക്രൈസ്തവരായവർക്കുള്ളതാണ്. ഇതെടുത്ത് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് നമ്മളെ സംബന്ധിച്ച് ബൈബിളിൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഇല്ല, നമുക്കുള്ളതാണെന്ന് വെച്ച് നമ്മളിങ്ങനെ ഇരുന്ന് വായിക്കുകയാണ്. അതുകൊണ്ട് മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതുമാകുന്നു, ചുട്ടുകളയത്രേ അതിന്റെ അവസാനം. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങളിങ്ങനെ സംസാരിക്കും. ഇങ്ങനെ ഇരുന്നങ്ങ് വായിക്കും. ഇത് ആരെഴുതി, ആർക്കെഴുതി, എന്തിനെഴുതി, എവിടെ വെച്ചെഴുതി, എപ്പോൾ എഴുതി, ഇത് പരിശോധിക്കത്തില്ല. ഇത് നിങ്ങൾ ആദ്യം പ്രാഥമികമായിട്ട് മനസ്സിലാക്കേണ്ടത്, ഈ ലേഖനം എബ്രായ ക്രൈസ്തവർക്കാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അന്ന് ഈ ലേഖനം എഴുതപ്പെടുമ്പോൾ യെരുശലേം ദൈവാലയം അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുമ്പോൾ വായിക്കുന്നുണ്ട്, മുൻകൂടാരം നിലനിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ എബ്രായ ക്രിസ്ത്യാനികളിൽ നിന്ന് നല്ല ഒരു പങ്ക്, അല്ലെങ്കിൽ എബ്രായരിൽ നിന്ന് ആയവർക്ക് നല്ല ഒരു വടംവലിയുണ്ട്. അവരുടെ പഴയ പാരമ്പര്യങ്ങളിൽ നിന്ന്, ആചാരങ്ങളിൽ നിന്ന്, അനുഷ്ഠാനങ്ങളിൽ നിന്ന്, വിശ്വാസ സംഹിതകളിൽ നിന്ന് അങ്ങോട്ടുള്ള ഒരു പിൻവലി. അപ്പൊ ഈ വടംവലി, ഇപ്പൊ അതേക്കുറിച്ചുള്ള ചർച്ചകളാണ് ഇപ്പോൾ നമ്മൾ ഈ മുഹമ്മദ് ഈസ എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ വിമർശകൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം സീരീസ് ഓഫ് വീഡിയോസ് ഇറക്കുന്നുണ്ട്. പൗലോസ് ശ്ലീഹായെ ആക്ഷേപിച്ചും ആദിമ ക്രൈസ്തവ ചരിത്രത്തെ വികലമായി അവതരിപ്പിച്ചും ഒക്കെ ഇങ്ങനെ വീഡിയോ സീരീസ് ആയിട്ട് അദ്ദേഹം ഇറക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ ചിലരൊക്കെ കണ്ടു കാണും. ഇത് നമ്മൾ ആ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്. അപ്പൊ എബ്രായരിൽ നിന്നുള്ള ഒരു നല്ല പങ്ക്, എബ്രായരിൽ നിന്ന് ക്രിസ്ത്യാനികൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്? യഹൂദ മതത്തിലേക്ക് തിരിച്ചു പോയിട്ട്. നിങ്ങൾ ആ പശ്ചാത്തലം മനസ്സിലാക്കേണ്ടത്, ഇത് എന്തായി എഴുതുന്നത്. അപ്പൊ അങ്ങനെ എബ്രായരിൽ നിന്ന് ക്രൈസ്തവരായിട്ട് വന്ന ആളുകൾ യഹൂദ പശ്ചാത്തലത്തിലേക്ക് തിരിച്ചുപോയ ആളുകളെ സംബന്ധിച്ച് ഇവിടെ ഒരു കമന്റ് എഴുതുകയാണ്. എന്താണ് ആ കമന്റ്? ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും. ആർക്ക് തന്നെ? തങ്ങൾക്കു തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും. അപ്പൊ എന്താണ് ഈ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നത്? അപ്പൊ ദൈവപുത്രനെ ആദ്യം ക്രൂശിച്ച ആരാണ്? അത് നിങ്ങൾ ചിന്തിക്കണം. ദൈവപുത്രനെ ആദ്യം ക്രൂശിച്ചത് ജൂവിഷ് റിലീജിയസ് സിസ്റ്റമാണ്. യഹൂദ മതമാണ് ദൈവപുത്രനെ ക്രൂശിച്ചത്. അപ്പോ ആ സിന്നിനെ കുറിച്ചാണ് അപ്പോസ്തല പ്രവൃത്തി 2 പെന്തക്കോസ്താ നാളിൽ പത്രോസ് ശ്ലീഹ പ്രസംഗിക്കുന്നത്. അത് കേട്ട് ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ടാണ് യഹൂദന്മാർ ചോദിക്കുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോഴാണ് പത്രോസ് ശ്ലീഹ പറഞ്ഞത്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. എന്താണ് അവരുടെ പാപം? യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്നുള്ള പാപം. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു എന്നുള്ള പാപം യഹൂദന്മാരുടെ മേൽ നിൽക്കുമ്പോൾ ആ പാപങ്ങളുടെ മോചനത്തിനായി നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ മാമോദിസ സ്വീകരിച്ചിട്ട് ഞങ്ങളുടെ കൂടെ ചേരുക. അപ്പൊ 2 ടീംസ് ഉണ്ട് അവിടെ. യേശുവിനെ ക്രൂശിച്ചവരുണ്ട്, യേശുവിന്റെ കൂടെ ഉള്ളവരുണ്ട്. അപ്പൊ യേശുവിനെ ക്രൂശിച്ചവർ എന്നുള്ള ആ പാപത്തിൽ നിന്ന് യഹൂദന്മാർ ക്രൈസ്തവ പക്ഷത്തേക്ക് മാറുമ്പോൾ, യേശുവിനെ സ്നേഹിച്ചവർ എന്ന പക്ഷത്തേക്ക് മാറുമ്പോൾ പാപം മോചിക്കുകയാണ്. നിങ്ങൾക്ക് എന്റെ ലോജിക്ക് മനസ്സിലായോ? എന്താണ് പാപമോചനം?
യേശുവിനെ ക്രൂശിച്ചു എന്നുള്ളതാണ് പാപം. ഞാനത് വേണേൽ വായിച്ച് കേൾപ്പിക്കാം, കാരണം ചിലർക്ക് സംശയം വരുമായിരിക്കും. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എടുക്കുക നിങ്ങൾ. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം എടുത്തിട്ട് മുപ്പത്തിയേഴാമത്തെ വാക്യം, 36. ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ. അപ്പൊ സ്പെസിഫിക് ആയിട്ട് തന്റെ ഓഡിയൻസിനെ അഡ്രസ് ചെയ്തിട്ട് സെയിന്റ് പീറ്റർ പറയാണ്, നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെ നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പൊ ഇസ്രായേൽ ഗൃഹത്തോടാണ് ഈ കാര്യം പറയുന്നത്, അല്ലാതെ നമ്മൾ ഈ കോട്ടയത്ത് കിടക്കുന്ന എന്നോടോ പത്തനംതിട്ട കിടക്കുന്ന നിങ്ങളൊന്നും യേശുവിനെ ക്രൂശിച്ചവരല്ല. വളരെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ യേശുവിനെ ക്രൂശിച്ചവരോ അവരുടെ സന്തതികളോ ഒന്നും അല്ല. ഇവിടെ പിന്നെ നിങ്ങൾ ഈ ഒറീസയിലും അരുണാചൽ പ്രദേശിലും ഒക്കെ ചെന്നിട്ട് ഈ വാക്യം വെച്ചാണ് ഈ ആളുകൾ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ക്രൂശിച്ചു. ആര് ക്രൂശിച്ചു? ആരാ ഇവിടെ യേശുവിനെ ക്രൂശിച്ചേ? നിങ്ങളോ നിങ്ങളുടെ പൂർവിക പിതാക്കന്മാരോ ആരും തന്നെ യേശുവിനെ ക്രൂശിച്ചിട്ടില്ല. അവിടെ കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിലൊക്കെ ബൈബിൾ ഉണ്ടെങ്കിൽ അതെടുത്ത് തുറന്നു നോക്കണം. 2-ാം അധ്യായത്തിൽ പറയുകയാണ്, ആകയാൽ നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി വെച്ചു എന്ന് ഇസ്രായേൽ ഗൃഹമൊക്കെയും നിശ്ചയമായി അറിഞ്ഞുകൊള്ളട്ടെ. അപ്പം ഈ കണ്ടംനേഷൻ അല്ലെങ്കിൽ ഈ അക്യൂസേഷൻ അല്ലെങ്കിൽ ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് കുറ്റപ്പെടുത്തലല്ല, ഒരു യാഥാർത്ഥ്യത്തെ തുറന്നു കാണിക്കുകയാണ്. അപ്പൊ ഇറ്റ് ഈസ് നോട്ട് മിയർ അക്യൂസേഷൻ. അപ്പൊ അത് വളരെ കൃത്യമായിട്ട് പറയാണ്, ദ ഹൗസ് ഓഫ് ഇസ്രായേൽ, ദ ഹൗസ് ഓഫ് റിബല്യസ്. അപ്പം മത്സരഗൃഹമായിരിക്കുന്ന ഇസ്രായേൽ അവരോട് പറയുകയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശു. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട്, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പി. മനസ്സിലായോ? ഈ മാമോദിസ, സ്നാനം, ബാപ്റ്റിസോ. ഈ ബാപ്റ്റിസോയാണ് എന്ത്? ഈ എൻലൈറ്റ്മെന്റ്. അപ്പൊ ഒരിക്കൽ സ്നാനപ്പെട്ടിട്ട് നിങ്ങൾ എവിടെ ചേർന്നു? അല്ലെങ്കിൽ ഒരിക്കൽ മാമോദിസ സ്വീകരിച്ച് നിങ്ങൾ സഭയിൽ ചേർന്നു. ഒരിക്കൽ മാമോദിസ സ്വീകരിച്ച് നിങ്ങൾ സഭയിൽ ചേർന്നു. പക്ഷെ ഇപ്പോൾ അവരെന്ത് ചെയ്തു? പിന്മാറിപ്പോയി. വീണ്ടും ജൂവിഷ് റിലീജിയസ് സിസ്റ്റത്തിലേക്ക് പോയി. ജൂവിഷ് പീപ്പിൾ ആരാണ് അവര്? യേശുവിനെ ക്രൂശിച്ചവരാണ്. അപ്പൊ യേശുവിനെ ക്രൂശിച്ചവരുടെ കൂടെ അവർ വീണ്ടും പോയി റീജോയിൻ ചെയ്തപ്പോൾ അവർ വീണ്ടും യേശുവിനെ എന്ത് ചെയ്യാണ്? ക്രൂശിക്കാണ്. അതായത് യേശുവിനെ ക്രൂശിച്ചവർ എന്ന ആ പേരുദോഷത്തിൽ നിന്ന്, ശിക്ഷാവിധിയിൽ നിന്ന് അവര് ഇവിടെയോട്ട് മാറി ക്രൈസ്തവ പക്ഷത്ത് വന്നതാണ്. ഈ ക്രൈസ്തവ പക്ഷത്ത് നിന്ന് അവർ വീണ്ടും എന്ത് ചെയ്യാണ്? യഹൂദ പക്ഷത്തേക്ക് പോയപ്പോൾ അവർ വീണ്ടും ആ ക്രിസ്തുവിനെ ക്രൂശിച്ചവർ എന്നുള്ള പാപമാണ് അവര് എടുത്തു മാറ്റിയത്. ഇപ്പൊ അതേ പാപം അവർ വീണ്ടും എന്ത് ചെയ്യുക? അവരുടെ തലയിൽ എടുത്തു വെക്കാണ്. കാരണം ഞങ്ങൾ ആ കൂടെയാണ്. ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ്. നിങ്ങൾ ഈ മനസ്സിലാക്കണം. കാരണം ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ദുർബലരായ ആളുകളെ നൂറ്റാണ്ടുകളായിട്ട് ക്രിസ്ത്യൻ പാതിരിമാര് പാവങ്ങളെ പേടിപ്പിക്കാനും ഭീഷണിപ്പെടുത്താനും മാനസിക സമ്മർദ്ദത്തിൽ ആഴ്ത്താനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ബൈബിൾ വാക്യമാണിത്. ഇതാ സൈത്താനിക് ടൂൾ എന്ന് പറയുന്നത്. സാധാരണ ഉപകരണമായിട്ട് ഈ വാക്യം വെച്ച് എത്ര രാത്രികൾ ഉറക്കമില്ലാതെ കഴിഞ്ഞവർ എന്നെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. എത്രയെത്ര രാത്രികൾ ഉറക്കമില്ലാതെ. പെന്തക്കോസ്തുകാരുടെ കാര്യം ഞാൻ പറയുന്നു. പാസ്റ്ററെ, എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല, കാരണം ഭയങ്കര ഭീകര ഭീതിയിലാണ്. ഇനി ഞാൻ എന്ത് ചെയ്യും? എന്തോ ജീവിതത്തിൽ ചെറിയൊരു തെറ്റ് വന്നു, കാലൊന്നു വഴുതി, അല്ലെങ്കിൽ ഒരു പാകപ്പഴി. ഇവൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ദൈവിക സ്റ്റാൻഡേർഡുകളിൽ ഇവൻ പാലിക്കാൻ ശ്രമിക്കുന്ന നിയമങ്ങളിൽ ചിലതിൽ അവൻ എന്ത് സംഭവിച്ചു? പാകപ്പഴ, അല്ലെങ്കിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല അവന്. അപ്പൊ അവൻ തന്നെ സെൽഫ് കണ്ടംനേഷനിലേക്ക് വരികയാണ്. അവൻ തന്നെ കുറ്റപ്പെടുത്തുക. എന്നിട്ട് ഈ വാക്യം വായിച്ചിട്ട് ഞെട്ടുകയാണ്, ഭയപ്പെടുകയാണ്. എന്നിട്ട് പറയാണ്, ഇനി എനിക്കൊരു ഹോപ്പ് ഉണ്ടോ പാസ്റ്റർ? ഇനി എനിക്കൊരു ഹോപ്പ് ഉണ്ടോ? ഇതാണ് ചോദ്യം. കാരണം ഒറ്റ ചാൻസേ ഉള്ളൂ. ലൈഫിൽ ഒരൊറ്റ ചാൻസേ ഉള്ളൂ. ആ ചാൻസിൽ
നമ്മൾ വന്നു, പിന്മാറിപ്പോയാൽ പിന്നെ ചാൻസ് ഇല്ല. ഈ വാക്യം നമ്മൾ കോണ്ടെക്സ്റ്റ് അറിയാതെ വായിച്ചാൽ അങ്ങനെയാണ് മനസ്സിലാകുന്നത്. അപ്പൊ അങ്ങനെയാകുമ്പം ഈ പത്രോസ് അപ്പോസ്തലന്റെ കാര്യം പോക്കാം. കാരണം ഈ വാക്യം നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിയിൽ അപ്ലൈ ചെയ്താൽ പത്രോസിന് തിരിച്ചു വരാൻ പറ്റത്തില്ലായിരുന്നു. കാരണം തള്ളിപ്പറഞ്ഞ ആളാണ്. അപ്പോസ്തലന്മാർക്ക് ഒന്നും തിരിച്ചു വരാം, എല്ലാം ഓടിപ്പോയാരാ, എല്ലാവരും പിന്നെ തിരിച്ച് വിളിച്ചു കൂട്ടുമായിരുന്നു. മീൻ പിടിക്കാൻ പോയതല്ലേ, ആർക്കും തിരിച്ചു വരാൻ പറ്റും. യേശു കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല, ഈ എബ്രായ ലേഖനകാരൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊന്നും അല്ല ഇതിന്റെ അർത്ഥം. സഹോദരൻ എന്നോട് പിഴച്ചാൽ എത്ര വട്ടം? 70 വട്ടം ക്ഷമിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിന്മാറിപ്പോയാൽ നിങ്ങൾക്ക് 1 അല്ല, 1000 അല്ല, 1,00,000 അല്ല, 1 കോടി അല്ല, 10 കോടി പ്രാവശ്യം തിരിച്ചു വരാൻ നോ പ്രോബ്ലം. ഒരിക്കലും നിങ്ങൾക്ക് മാനസാന്തരപ്പെടാൻ പറ്റില്ല. ഇതൊക്കെ ചുമ്മാ അബദ്ധമാണ്. ഈ വാക്യം തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നതാണ്. ഇനി നമുക്കൊരിക്കലും തിരിച്ചു വരാൻ പറ്റത്തില്ല, അങ്ങനല്ല. ഇതിന്റെ അർത്ഥം അവിടെ വീണ്ടും എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെയുള്ളവരെ മാനസാന്തരത്തിലേക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പുതുക്കാൻ പറ്റുന്നതല്ല. എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെ ഈ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. എന്ന് പറഞ്ഞാൽ രണ്ടാമത് അവർക്കൊരു മാമോദിസ കൊടുക്കാൻ പറ്റത്തില്ല. ഇതേക്കുറിച്ച് ആദിമസഭ വലിയ തർക്കമുണ്ട്. അതായത് ഇങ്ങനെ പോയ തിരിച്ചു വരുന്നവരെ വീണ്ടും മാമോദിസ മുക്കി കയറ്റണമെന്ന് ഒരു കൂട്ടർ വാദിച്ചു. അത് പറ്റത്തില്ലെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇത് തർക്കം പിന്നെ വന്നതുകൊണ്ടാണ് നമ്മൾ നീസീൻ ക്രീഡില്, വിശ്വാസ പ്രമാണത്തില് പാപമോചനത്തിന് മാമോദിസ ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൃത്യമാകാൻ വേണ്ടി ഇപ്പോ പാപമോചനത്തിന് മാമോദിസ ഒരിക്കൽ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് എന്ന് എഴുതി വെച്ചിരിക്കുന്നതാണ് ഈ വാക്യം. എന്ന് പറഞ്ഞാൽ നീ ഇപ്പൊ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് വന്ന് പിന്നെ നിന്നെ കുളിപ്പിക്കുക. ഇത് പെന്തക്കോസ്തൽ അങ്ങനെയാണ്, മനസ്സിലായോ? IPC കുളിച്ചവൻ TPM ചെല്ലുമ്പോൾ അവൻ പിന്നെയും കുളിപ്പിക്കും. TPM എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയത്ത് വിരുന്നിൽ വന്നു കഴിഞ്ഞാൽ അവർ പിന്നെയും കുളിപ്പിക്കും. വിരുന്നിൽ നിന്ന് അപ്പുറത്ത് പോയി ബ്രദർ ചെന്നാൽ ബ്രദറുകാർ പിന്നെയും കുളിപ്പിക്കും. ബ്രദറിൽ നിന്ന് ഇപ്പുറം ബാപ്റ്റിസ്റ്റ് വന്നാൽ അവർ പിന്നെ കുളിപ്പിക്കും. ബാപ്റ്റിസ്റ്റിൽ നിന്ന് പിന്നെ നമ്മുടെ യേശുനാമക്കാരുടെ കൈപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഇതൊന്നും ശരിയല്ല, അവർ പിന്നെയും കുളിപ്പിക്കും. ഇങ്ങനെ ഇവർ കുളിപ്പിച്ചും കളിപ്പിച്ചും ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അപ്പോസ്തോലിക സഭകൾ വിശ്വസിക്കുന്നു പാപമോചനത്തിനുള്ള മാമോദിസ ഒരിക്കൽ മാത്രമാണ്, പിന്നെ ഈ മാമോദിസ കൊടുക്കാൻ പാടില്ല. There is only one baptism. ആണ് എഫീഷ്യൻസ് 4 നമ്മൾ കാണുന്നത്. ഒരിക്കലാണ്, ഒരിക്കൽ പ്രകാശനം കിട്ടുന്നതാണ്, ഒരിക്കൽ ഇത് വാഷ് ചെയ്തതാണ്. നോ മോർ വാഷിംഗ്, ഒരിക്കൽ പ്രകാശനം കിട്ടി. അപ്പൊ ഇനി എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇനി അവന് പുതുക്കാൻ കഴിയുന്നതല്ല. ഹ്യൂമൻ സൈഡിൽ നിന്ന് നോ മോർ മിനിസ്ട്രീസ് ലെഫ്റ്റ് ഫോർ ഹിം. മനുഷ്യന്റെ പക്ഷത്തു നിന്ന് ഇനി കൂതാശകളില്ല. മനുഷ്യന്റെ പക്ഷത്തു നിന്നുള്ള കൂതാശയാണ് ഈ മാമോദിസ. അത് ഒരിക്കലേ ഉള്ളൂ. അപ്പൊ അവൻ പിന്മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നീട് അവന് തിരിച്ചു വരാം. അല്ല, തിരിച്ചു വരാൻ പാടില്ലെന്നല്ല, അവന് തിരിച്ചു വരാം. പക്ഷെ തിരിച്ചു വരുമ്പോ എന്തില്ല, മാമോദിസ ഇല്ല. ഇത് മാത്രമാണ് അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം. അല്ലാതെ ആ വാക്യം വായിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ആളുകൾ ഭാരപ്പെടുകയും ഒരിക്കലും ഇനി അവൻ മാനസാന്തരപ്പെടത്തില്ല. ഇനിയിപ്പോ അതിന്റെ അടുത്ത വാക്യം നിങ്ങൾ വായിക്കുക. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ട് ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് ഹിതമായ സസ്യാദികളെ വിളയിക്കുന്നെങ്കിലോ ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിന് അടുത്തതും ആകുന്നു. ചുട്ടുകളകയത്രേ അതിന്റെ അവസാനം. ഇപ്പൊ ഞാൻ ഈ ലൈവിലേക്ക് പോരുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ ഗ്ലോറിയസ് ദർബാറിൽ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വിത്ത് വിതയ്ക്കുന്ന ഉപമയെക്കുറിച്ചാണ്. വളരെ ആക്റ്റീവായിട്ട് 29 പേരുണ്ടായിരുന്നു. അവരിങ്ങനെ ചർച്ച, ഞാനത് കേട്ടോണ്ടിരിക്കുന്നത്. അവരിങ്ങനെ പല
ആംഗിളിൽ പല റിഫ്ലക്ഷൻസ്, ഇൻസൈറ്റ്സ് ഒക്കെ ആ പാരബിളിൽ നിന്ന് കൊണ്ടുവരികയായിരുന്നു. ദുബായിൽ നിന്നുള്ള പാസ്റ്റർ സജി ജോയി ആണത് ലീഡ് ചെയ്തുകൊണ്ടിരുന്ന ചർച്ച. വളരെ നല്ല ആക്റ്റീവായിട്ട് ധാരാളം പേര്, ജർമ്മനിയിൽ നിന്നുള്ള പാസ്റ്റർ ബിനു അലക്സാണ്ടർ ഉണ്ടായിരുന്നു, കോട്ടയത്തിൽ നിന്നുള്ള പാസ്റ്റർ എസ് എം ഗുരുവിൾ ഉണ്ടായിരുന്നു, കുറെ പാസ്റ്റേഴ്സും മറ്റാളുകളെല്ലാം ഉണ്ടായിരുന്നു. അവരൊക്കെ വളരെ ആക്റ്റീവായിട്ട് ചർച്ച ചെയ്യായിരുന്നു. അപ്പൊ അവര് കൊണ്ടുവന്ന ആ ചിന്തകളിൽ നിന്ന് ഈ മുള്ളിനിടയിൽ വീണത് ഫലമുണ്ടാവുക, ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. മുള്ളും ഞെരിഞ്ഞിലും ഒക്കെയാണ് മുളച്ചു വരുന്നത്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ കാര്യമുള്ളൂ, ചുട്ടുകളയുകയാണ് അതിന്റെ അവസാനം. എപ്പോഴാണ്? ലോകാവസാനത്തിങ്കൽ. ഇവിടെയാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഏറ്റവും വലിയ വഞ്ചന നടന്നിട്ടുള്ളത്. അവിടെ നിങ്ങൾ വായിക്കണം, സത്യവേദ പുസ്തകം അല്ലെങ്കിൽ ബൈബിളിൽ 13 മത്തായി സുവിശേഷം 13 നിങ്ങൾ എടുക്കുക. മാത്യു 13 അത് പറഞ്ഞിട്ടുള്ളത്. മാത്യു 13 അത് പറഞ്ഞു കഴിഞ്ഞ് രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ, 30 അധ്യായം. വിത്തിന്റെ 2 ഉപമ എവിടെ ഉണ്ട് കേട്ടോ. 2 ഉപമ, വിത്തുകാരൻ വിതയ്ക്കുന്നുമുണ്ട്, കള്ളൻ ശത്രു വിതയ്ക്കുന്നതുമുണ്ട്. അപ്പം കർത്താവ് ഉപമയെ വിശദീകരിക്കുകയാണ്. ആ 37 വാക്യം ഉപമ നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ വരും. അപ്പം മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 37 നിങ്ങൾ അവിടെ എടുക്കുക. നിങ്ങളുടെ ഈ ബൈബിൾ ഉണ്ടെ തുറക്കണം കേട്ടോ. എന്നിട്ട് നോക്കുക. നല്ല വിത്ത് വിതയ്ക്കുന്നവൻ മനുഷ്യപുത്രൻ, വയൽ ലോകം. നല്ല വിത്ത് രാജ്യത്തിന്റെ പുത്രന്മാർ, കള ദുഷ്ടന്റെ പുത്രന്മാർ, അത് വിതച്ച ശത്രു പിശാച്, കൊയ്ത്ത് ലോകാവസാനം. ഉപമയുടെ വിശദീകരണമാണ്. നമ്മളിപ്പോ ഈ മോഡേൺ ടേംസിൽ പറഞ്ഞാൽ ക്ലൂ ആണ്. ക്ലൂ. അപ്പൊ ഇതാണ് ക്ലൂ. വയല് ലോകം. ഈ ലോകം എന്ന് പറയുമ്പോ യെരുശലേമാണ്, ഇസ്രായേലാണ്. നമ്മൾ ഈ ലോകം എന്ന് പറയുമ്പോൾ ഇന്നത്തെ രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അന്റാർട്ടിക്കായും ആഫ്രിക്കയും അമേരിക്കയും എല്ലാം, ആസ്ട്രേലിയയും എല്ലാം കൂടെ ചേർത്തുള്ള ഒരു വലിയ ലോകം എന്ന് നമ്മളങ്ങ് ചിന്തിക്കുകയാണ്. അങ്ങനെയല്ല. ലോകമെങ്ങും പേർ വഴി ചാർത്തേണ്ടതിന് അഗസ്ത്യോസ് സീസറിന്റെ കൽപ്പന വന്നു. അപ്പൊ അവരുടെ നോൺ വേൾഡിനെ കുറിച്ചാണ്, ആ പ്രദേശത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ പറയാണ് ലോകാവസാനം, കൊയ്ത്ത്, ലോകാവസാനം. ഇപ്പൊ മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 39 ഇപ്പം മാത്യു ചാപ്റ്റർ 13 വേഴ്സ് 39 അവിടെ നമ്മൾ വായിക്കുന്നത് ലോകാവസാനത്തെ കുറിച്ചാണ്. നമ്മൾ അവിടെയാണ് ഏറ്റവും വലിയ വഞ്ചന നടന്നു എന്ന് ഞാൻ പറയുന്നത്. മാത്യു ചാപ്റ്റർ 13 Matthew chapter 13 verse 37. ഇനി ഇവിടെ നിങ്ങൾ നോക്കുക, മത്തായിയുടെ സുവിശേഷം 13 അധ്യായം. ഞാൻ ബൈബിൾ ഹബ്ബിൽ നിന്നാണ് എടുക്കുന്നത്. ഇനി നിങ്ങളെ ഞാൻ പലപ്പോഴും പറയുന്നതുള്ളത് പോലെ ഈ ഗ്രീക്ക് ഭാഷയിലെ പുതിയ നിയമം വായിച്ച് ഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്രീക്ക് പഠിക്കേണ്ട ആവശ്യം പോലുമില്ല. കാരണം ഇപ്പൊ അതിനുള്ള ടൂൾസ് ഉണ്ട് സാധാരണ ആളുകൾക്ക്. ഇത് പഴയ കാലമൊന്നുമല്ല. ഈ കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക?
BibleHub.com. പല ടൂൾസ് ഉണ്ട്, അതിലൊന്നാണ് ഞാൻ ഈ പറയുന്നത്, BibleHub.com. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനെ കാണുന്നതാണ് BibleHub.com. നിങ്ങളുടെ കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും ഒക്കെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം BibleHub.com. നിങ്ങൾക്ക് ഏത് വാക്യമാണ് വേണ്ടത്? നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഇതാ പുസ്തകങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ബൈബിളിലെ എല്ലാ പുസ്തകങ്ങളും വരും. നിങ്ങൾ ഇഷ്ടമുള്ള ബുക്ക് നിങ്ങൾ സെലക്ട് ചെയ്യുക. പിന്നീട് അടുത്ത കോളത്തിൽ നിങ്ങൾക്ക് ചാപ്റ്ററും വേഴ്സും സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇന്റർലീനിയർ എന്ന് കാണാൻ പറ്റും. ഈ ഇന്റർലീനിയർ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് അതേ വാക്യത്തിന്റെ ഗ്രീക്കും ആ ഗ്രീക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ ഉച്ചരിക്കുന്നതെന്നും തൊട്ട് താഴെ അതിന്റെ ഇംഗ്ലീഷും പിന്നീട് അതിനൊരു നമ്പർ കാണാം. അത് സ്ട്രോങ്സ് ഗ്രീക്ക് ലെക്സിക്കണിലെ നമ്പറാണ്. ഇതെല്ലാം നിങ്ങൾക്ക് കാണാം. ഇപ്പൊ നിങ്ങൾ നോക്കുക, ഈ വാക്യം ഇവിടെ കണ്ടോ, ഹോ ഡേ എക്ത്രോസ് ഹോ, കണ്ടോ, സ്പെയ്റ സോറ്റ എസ്റ്റിൻ ഹോ ഡയോബോളോസ് ഹോ ദേ തെരിസ്മോസ്. ഇതാണ് ഇവിടെ പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഈ ഗ്രീക്കിൽ എഴുതിയിരിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിങ്ങൾ നോക്കുക, ലോകാവസാനം എന്ന് എഴുതിയിരിക്കുന്നത് ഒറിജിനൽ ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ദ ഹാർവെസ്റ്റ്, ദ കൺസ്യൂമേഷൻ. ഈ കൺസ്യൂമേഷൻ കണ്ടോ, ഇതാണ് ഈ കൺസ്യൂമേഷൻ എന്ന വാക്കാണ് അവസാനം എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അടുത്ത് നിങ്ങൾക്ക് കൺസ്യൂമേഷൻ ഓഫ് ദ ഏജ് ഇവിടെ എഴുതിക്കുന്നുണ്ട്, അയോണോസ്. ഇവിടെ കണ്ടോ ഈ വാക്യം, ഈ അയോണോസ് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. അയോണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? അയോണോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുഗം എന്നാണ് അർത്ഥം. യുഗം, ദ ഏജ്, കാലഘട്ടം, എ പർട്ടിക്കുലർ ടൈം ഫ്രെയിം ആണ്. ലോകം എന്നതിന് ഗ്രീക്കില് കോസ്മോസ് എന്നാണ് വരേണ്ടത്. അപ്പൊ ലോകം അവസാനിക്കുകയാണെങ്കിൽ കോസ്മോസ് എന്ന് വേണം അവിടെ എഴുതാൻ. കാരണം കോസ്മോസ് നല്ല എഴുതിയിരിക്കുന്നത്, അയണോസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതാണ് മതത്തിന്റെ വഞ്ചന. നിങ്ങൾ ഓർക്ക് എത്ര നാളായിട്ട് നമ്മൾ ചെറുപ്പം തൊട്ട് കേൾക്കുന്ന ലോകാവസാനം വരുന്നു, ലോകാവസാനം വരുന്നു, ലോകം അവസാനിക്കാൻ പോണു, ഇതേ തീരാൻ പോണു, ഇപ്പൊ തീരും. അപ്പൊ ഇത് മതത്തിന്റെ കച്ചവടത്തെ ഏറ്റവും അധികം സഹായിച്ച ഘടകം ഈ മിസ്ട്രാൻസ്ലേഷൻ ആണ്, ഈ തെറ്റായ തർജ്ജമയാണ്. നിങ്ങളൊന്ന് ഓർത്ത് നോക്ക്. അല്ല, നമ്മളെല്ലാം കേൾക്കും ലോകാവസാനം വരുന്നു, ലോകമെല്ലാം അവസാനിക്കാൻ പോകുന്നു. ഈ തെറ്റിദ്ധാരണയാണ് ആളുകൾ ചെറുപ്പത്തിൽ ഉണ്ടാകുന്ന ചില സങ്കല്പങ്ങൾ. അത് മുതിർന്നു കഴിഞ്ഞാലും ആളുകൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ ചെറുപ്പത്തിൽ പാറ്റായെ പേടിച്ച് ഒരുത്തൻ പട്ടാളക്കാരനായി കാശ്മീരിൽ പോയി, അതിർത്തി പോയി 100 പാകിസ്ഥാൻകാരെ വെടിവെച്ചിട്ട് തിരിച്ചു വരുമ്പോൾ അവൻ പാറ്റായെ കണ്ടാൽ പേടിക്കും. കാരണം അവന്റെ ചെറുപ്പത്തിൽ ആ പാറ്റായുടെ പേടി അവന്റെ അകത്ത് കയറുന്നത്. അപ്പൊ അതുപോലെ നമുക്ക് ചില ആളുകൾ നമ്മളോട് കൊയ്യോ അത്രയും അറിവുള്ള അച്ഛൻ എന്നെ പോലെ പറഞ്ഞു, ഇത്രയും വിവരമുള്ള പാസ്റ്റർ ഇന്ന പോലെ പറഞ്ഞു, മറ്റേ അത്രയും ഈ ഉദ്യോഗസ്ഥൻ എന്നെ പോലെ പറഞ്ഞ്, ആ ഉദ്യോഗസ്ഥനും പാസ്റ്ററും അച്ഛനും ഒക്കെ ചെറുപ്പത്തിൽ അമ്മയുടെ കൂടെ കട്ടിലേ കിടന്ന് കേട്ട നരകത്തിന്റെ ആശയത്തിനപ്പുറത്തൊന്നും സ്റ്റഡി ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല, പഠിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആ ചിന്ത കൊണ്ടായി പറയുന്നു. അപ്പൊ ഇത് നമ്മൾ ലോകാവസാനം എന്ന് കേട്ടു. ഇപ്പൊ നമ്മൾ ഇത് ഞാൻ എടുത്ത് കാണിച്ചു, നിങ്ങൾ തന്നെ സ്റ്റഡി ചെയ്ത് നോക്കുക. ഈ ഗ്രീക്കിൽ എടുത്ത് നോക്കുക, അവിടെ കോസ്മോസ് തീരുമെന്നല്ല, അയണോസ്. അയണോസ് എന്ന് പറഞ്ഞ ഒരു യുഗം, യുഗാവസാനം. ആ യുഗം അവസാനിക്കുകയാണ്. ഏതാണ്? ജൂവിഷ് റിലീജിയന്റെ യുഗം, ജെറുസലേം ടെമ്പിളിന്റെ യുഗം, യെരുശലേം ദൈവാലയം അവിടെ തകർക്കപ്പെടാൻ പോവുകയാണ്. അതാണ് യുഗാവസാനത്തിങ്കൽ ഇത് തീ വെച്ച് നശിപ്പിക്കും, ചുട്ടുകളയും. ആരാണ്? യെരുശലേമിലേക്ക് റോമിൽ നിന്ന് ടൈറ്റസും സൈന്യവും വന്നു. യെരുശലേം ദൈവാലയം ഇടിച്ചു കളഞ്ഞു, കൽക്കൂനയാക്കി കളഞ്ഞു, തീ വെച്ചു കളഞ്ഞു. ഈ യാക്കോബായക്കാരുടെ പ്രാർത്ഥനയില്, ഈ സുറിയാനി സഭയുടെ പ്രാർത്ഥനയില് അപ്പം ഒരുപാട് യഹൂദന്മാരെ പ്രാകുന്നതും ശപിക്കുന്നതുമായ പാട്ടുകളും വായനകളും ഉണ്ട്. പ്രത്യേകിച്ച് കഷ്ടാനുഭവാഴ്ച, ദുഃഖവെള്ളിയാഴ്ച ക്രമത്തിലൂടെ ബന്ധപ്പെട്ട് യഹൂദന്മാരെ പ്രാകുക. അപ്പൊ അതേക്കുറിച്ച് കഴിഞ്ഞ കഷ്ടാനുഭവാഴ്ചയുടെ സമയത്ത് ഈ കനാനായക്കാരുടെ ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിലോ വാട്സാപ്പ് ഗ്രൂപ്പിലോ ഒക്കെ ആയിട്ട് ചർച്ചയുണ്ടായി. നമ്മളിങ്ങനെ യഹൂദന്മാരെ പ്രാകുന്നത് ശരിയാണോ തെറ്റാണോ, നമുക്ക് അത് അവോയ്ഡ് ചെയ്യേണ്ട ഈ കാലഘട്ടത്തിലും. ഈ 2000 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു വീണ്ടും വിചാരം. എന്താണ് ആ പ്രാർത്ഥനകൾ വന്നതിന്റെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. ഈ യഹൂദപ്രേമമുള്ളവരോട് പറയുന്നതാണ്, ചുട്ടുകളയാൻ പോകുന്നു, ചുട്ടുകളയാൻ പോകുന്നു. അയ്യോ, ഞാൻ പണ്ടൊരു ഉദാഹരണം പറഞ്ഞില്ലേ, ഈ നമ്മൾ ഇതെങ്ങനെ കത്തിച്ചു വിടുന്നേ. ഉപഗ്രഹം
വിടുമ്പം റോക്കറ്റ് കത്തുകയാണ്. റോക്കറ്റ് 1-ാം ഘട്ടം കത്തി, 2-ാം ഘട്ടം കത്തി, 3-ാം ഘട്ടം കത്തി, ഇതിങ്ങനെ കത്തി. അപ്പൊ ഈ റോക്കറ്റ് കൊണ്ട് ഈ ഉപഗ്രഹം കത്തിക്കുന്ന ബേസിൽ വെച്ചിരിക്കുകയാണ്, മുറുക്കിയാണ് വെച്ചിരിക്കുക, അല്ലെ മറിഞ്ഞു പോകത്തില്ല കാറ്റടിച്ച. അപ്പൊ റോക്കറ്റ് കൊണ്ട് ആ ഫൗണ്ടേഷനിൽ വെച്ചു, ആ റോക്കറ്റിന്റെ അറ്റത്ത് പേലോഡായിട്ട് ഈ ഉപഗ്രഹം എല്ലാം ഫിക്സ് ചെയ്ത് അവസാനം കൗണ്ട് ഡൗൺ തുടങ്ങി. ഇത് കത്തിച്ചു കഴിയുമ്പോ ഈ റോക്കറ്റ് എന്ത് ചെയ്യണം? ഈ ഫൗണ്ടേഷനിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യണം. ഈ എന്താണ് ഇനി പറയുന്നത്, ഫൗണ്ടേഷൻ ഇളകിപ്പോണം. അപ്പൊ പെന്തക്കോസ്തുകാർ വല്ലതും ആണെങ്കിൽ റോക്കറ്റ് വിടാൻ നിൽക്കുന്നെങ്കിൽ ഈ റോക്കറ്റ് ഫൗണ്ടേഷനായിട്ട് നല്ലപോലെ നട്ടും ബോൾട്ടും ഇട്ട് പിടിപ്പിച്ചു, കാരണം അടിസ്ഥാനങ്ങൾ ഉറപ്പിച്ചു വെക്ക. എടാ, അടിസ്ഥാനം ഇളകിപ്പോയാലേ ഇത് മുകളിലോട്ട് പോകത്തുള്ളൂ. അപ്പൊ അത് ആണ് ഈ അടിസ്ഥാനം ഇട്ട് വെച്ചിരിക്കുന്നത്. എന്തിനാണ് ഈ അടിസ്ഥാനം ഇട്ട് വെച്ചിരിക്കുന്നത്? ഇളക്കാനാണ്. ആ ജൂവിഷ് റിലീജിയസ് സിസ്റ്റം പുതിയ ആകാശവും പുതിയ ഭൂമിയും വരികയാണ്. അപ്പൊ പഴയ ആകാശവും പഴയ ഭൂമിയും എന്ത് ചെയ്യണം? ഒഴിഞ്ഞു പോകണം. ആകാശം കൊടും മുഴക്കത്തോടെ ഒഴിഞ്ഞു പോവുകയാണ്. എന്താണ് ആകാശം? 1-ാം നൂറ്റാണ്ടിൽ നിങ്ങൾ പഠിക്കുക, അവിടെ വായിക്കുന്നത് യെരുശലേം ദൈവാലയത്തെ വിശേഷിപ്പിക്കുന്നതാണ്. ആകാശവും ഭൂമിയും എന്ന് പറയുന്നതാണ് യെരുശലേം ദൈവാലയം. യെരുശലേം ദൈവാലയത്തിന്റെ വിളിപ്പേരാണ്. ആ ആകാശവും ഭൂമിയും പോയി, പുതിയ ആകാശവും പുതിയ ഭൂമിയും വന്നു. അത് സഭയാണ്. പെന്തക്കോസ്തിന്റെ ക്ലബിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ഒറിജിനൽ സഭ. ഒറിജിനൽ സഭയാണ് പുതിയ ആകാശം പുതിയ ഭൂമി. ആ പുതിയ ആകാശം പുതിയ ഭൂമിയും വന്നപ്പോ പഴയത് എന്ത് ചെയ്തു? ചുട്ടഴിഞ്ഞു. തീക്കായി സൂക്ഷിക്കപ്പെട്ടത്, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിഞ്ഞു പോയത് തീർന്നുപോയി. ആ സിസ്റ്റം തീർന്നുപോയി. അതേക്കുറിച്ചൊക്കെ വായിച്ചിട്ട് ഇങ്ങനെ, ഞാൻ ചെറുപ്പത്തിൽ ഈ ബൈബിളൊക്കെ വായിച്ചിട്ട്, എല്ലാ പുസ്തകവും വായിക്കുന്നൂടെ ബൈബിളും വായിച്ചിട്ടുണ്ട്. വായിച്ചിങ്ങനെ പേടിച്ച് വിറച്ചിട്ടുണ്ട്. ഞാൻ ഈ മണറാട് പള്ളിയുടെ അടുത്താണ് എൻ്റെ വീട്, നിങ്ങൾക്കൊക്കെ പലർക്കും അറിയാം. അപ്പൊ അവിടെ ഈ മെഴുകുതിരി കൂടെ, അപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ ഈ വായിക്കാനൊക്കെ ഉള്ള ഭയങ്കര അദമ്യമായ വാഞ്ചുണ്ട്. എന്ത് കിട്ടിയാലും വായിക്കും. അങ്ങനെ ഏത് പുസ്തകം, രാഷ്ട്രീയമായാലും ഹിന്ദു പുരാണമായാലും ഒക്കെ എല്ലാവരും വായിക്കും. അന്നൊന്നും അധികം വായിക്കാനൊന്നും കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ അങ്ങനെ ഈ പള്ളിയുടെ മുറ്റത്തിരിക്കുമ്പം ഈ മെഴുകുതിരി കൊണ്ടുവരുന്ന കൂടുണ്ട്. മെഴുകുതിരി കൂടി ഇങ്ങനെ കീറും. ഞങ്ങളൊക്കെ അവിടെ ചുമ്മാ ഇരിക്കുമ്പോൾ എല്ലാവരും ചുമ്മാ പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കും. ഞാൻ ഈ മെഴുകുതിരി കൂട് കീറി കഴിയുമ്പോൾ അതിനകത്തൊരു 4-5 ലെയർ പേപ്പറുണ്ട്. അതൊക്കെ എന്തെങ്കിലും മാസികയൊക്കെ ആക്കി. അപ്പൊ അതുമൊക്കെ എടുത്ത് ഇങ്ങനെ വായിക്കും. വേറെ മാസികയൊന്നും കിട്ടാൻ അന്നൊന്നും വഴിയൊന്നും. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു മെഴുകുതിരി കൂട് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വായിച്ച് ഈ സാധനം അത് ഈ കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകുന്നു, കത്തിപ്പോകുന്നു ഒക്കെ ആയിരുന്നു. ഒരു ബൈബിൾ പേപ്പർ വെച്ചാണ് ഒരു മെഴുകുതിരി ഉണ്ടാക്കിയത്. അപ്പൊ അത് വെച്ച് ഞാനിങ്ങനെ വായിച്ചു, പേടിച്ചു പോയി. അയ്യോ, എന്താ സംഭവിക്കുന്നത്? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പലരും പേടിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകാവസാനത്തിൽ ഇതെല്ലാം ലോകാവസാനം എന്ന് പറഞ്ഞാൽ തർജിമ തെറ്റാണ്. യുഗാവസാനമായിട്ട് യഹൂദന്റെ മതത്തിന്റെ യുഗം അവസാനിച്ചു AD 70. ഈ പറഞ്ഞ പോലെ കത്തുകയും ചെയ്തു, കത്തിച്ചു കളഞ്ഞു, ചുട്ടുകളയുക. അത്രേ അതിന്റെ അവസാനം. ചുട്ടുകളഞ്ഞു. യഹൂദന്റെ ജൂവിഷ് റിലീജിയസ് സിസ്റ്റം ചുട്ടുകളഞ്ഞു. അവരെ വീണ്ടും മാനസാന്തരത്തിലേക്ക് പുതുക്കാം. വീണ്ടും നമുക്ക് മാമോദിസ കൊടുക്കാനൊന്നും പറ്റില്ല. അവന് വേണേ തന്നെ വരാം. ഇതിനെപ്പറ്റി, യെരുശലേമിന്റെ പതനത്തെ പറ്റി കൃത്യമായ വാണിംഗ് ആണ് യേശു കർത്താവ് തന്റെ പ്രബോധനത്തിൽ കൊടുത്തത്. അതുകൊണ്ടാണ് യഹൂദിയിലുള്ളവർ മലകളിലേക്ക് ഓടിപ്പോക്കോട്ടെ. ടൈറ്റസ് വരുന്ന പോലെ ജെറുസലേമിലുള്ള മുഴുവൻ ക്രൈസ്തവരും മലകളിലേക്ക് പോയി. ഒറ്റ ക്രൈസ്തവൻ കൊല്ലപ്പെട്ടിട്ടില്ലെന്നാണ് ജോസീഫസ് രേഖപ്പെടുത്തുന്നത്. ക്രൈസ്തവർ ആ ജെറുസലേമിന്റെ ആ സീജും ഡിസ്ട്രക്ഷനും അതിൽ നിന്ന് അവർ ഒഴിഞ്ഞിരുന്നു. വളരെ വ്യക്തമായിട്ട് ഹിസ്റ്ററി അതിന് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇതാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ആ കോണ്ടെക്സ്റ്റിൽ. അപ്പൊ അല്ലാതെ ഒരു പാവപ്പെട്ടവൻ പാപം ചെയ്തു, അല്ലെങ്കിൽ അവനൊരു ഇടർച്ച സംഭവിച്ചു, ഇനി അവന് മാനസാന്തരത്തിന് ഇടമില്ല, ഇനി അവനൊരിക്കലും മാനസാന്തരപ്പെടാൻ പറ്റുക എന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്ന അച്ഛന്മാരും ഉപദേശിമാരുമുണ്ട്. അവരബദ്ധമാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം കരുണയുടെ സാഗരമാണ്. ഒന്നല്ല
100 അല്ല, 1000 അല്ല, 1,00,000 അല്ല, 50 ലക്ഷം അല്ല, കോടിക്കണക്കിന് പ്രാവശ്യം നീ തെറ്റിയിട്ട് വീണ്ടും കർത്താവെ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാലും കർത്താവ് നിന്നെ സ്വീകരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കർത്താവിനോട് മാറ്റമില്ല. ഗതിഭേദത്താലുള്ള ആച്ഛാദനത്തിന് അവൻ വിധേയപ്പെടുന്നില്ല. അവന്റെ ക്ഷമയുടെ പരിധി മനുഷ്യനോട് അവൻ ക്ഷമിക്കാൻ ആവശ്യപ്പെടുന്നത് 7-70 തവണയാണ്. 7-70 വട്ടമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? പേപ്പറും പേനയും എടുത്ത് ഗുണിച്ചാൽ ഒക്കുവാന്ന് എനിക്കറിയത്തില്ല. നിങ്ങളൊരു കാര്യം ചെയ്യുക, 7-70 വട്ടം എഴുത്. 7 ഗുണം 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 70 പ്രാവശ്യം എഴുത്. എന്നിട്ട് ഗുണിച്ചിട്ട് ഉത്തരം കണ്ടുപിടിച്ചിട്ട് എന്റെ ഈ കമന്റ് ബോക്സിൽ കൊണ്ടിടാ ഉത്തരം. അത്രയും പ്രാവശ്യം നീ ക്ഷമിക്കണം എന്ന് മനുഷ്യനോട് ദൈവം ആവശ്യപ്പെടുമ്പോ അതിനേക്കാൾ ഒരു പ്രാവശ്യമെങ്കിലും കൂടുതൽ ദൈവം ക്ഷമിക്കും. അത് ആ സംഖ്യ നീ ഒന്ന് കണ്ടുപിടിച്ചിട്ട് വാ. ആ സംഖ്യ എത്ര വലുതാണ്, ദൈവത്തിന്റെ ക്ഷമ എത്ര വലുതാണ്, അവന്റെ സ്നേഹത്തിന്റെ ആഴം, വീതി, ഉയരം, നീളം. കർത്താവ് പറഞ്ഞ മുഴുവൻ ഉപമയെയും ലംഘിക്കുന്ന, അല്ലെങ്കിൽ കർത്താവിന്റെ സ്വഭാവത്തെ തന്നെ തകർത്ത് കളയുന്ന വ്യാഖ്യാനമാണ് ഈ വാക്യത്തിന് പലരും കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ വാക്യം മനസ്സിലാക്കുക. ഈ പ്രകാശനം എന്ന വാക്യം 10-ാം അധ്യായം എബ്രായർ 10:32 എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും ആ വക അനുഭവിക്കുന്നവർക്കും കൂട്ടാളികളായി തീർന്നും ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുകയും. ദാറ്റ് മീൻസ് നിങ്ങൾ സ്നാനപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ നിങ്ങൾ മാമോദിസ സ്വീകരിച്ചതിന് ശേഷം. അപ്പം മാമോദിസ സ്വീകരിച്ചു എന്നുള്ളതാണ് ഞാൻ മുമ്പേ പറഞ്ഞ 6-ാം അധ്യായത്തിൽ കാണുന്ന വാക്ക് തന്നെ 10:32 എന്ന് ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് 26-ാമത്തെ വാക്യമാണ്, എബ്രായർ 10:26. അതുകൂടെയാണ്, സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാവങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? കാരണം സത്യത്തിന്റെ പരിജ്ഞാനം ഇതാണ്, പ്രൊഫസി ഇതാണ്, ജെറുസലേമിന്റെ ശൂന്യകാലമാണ്, അത് തകർക്കപ്പെടാൻ പോവുകയാണ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായി. നിങ്ങൾ ഈ മനഃപൂർവ്വം പാപം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? സഭായോഗങ്ങളെ ഉപേക്ഷിച്ചു. തൊട്ടുമോള് നോക്കി 24, ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ എന്ന് പറഞ്ഞാൽ ഈ അന്നത്തെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സഭായോഗങ്ങളിലാണ് അവർ ഈ മെസ്സേജുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. റോമൻ സൈന്യം വരുമ്പോൾ എങ്ങോട്ട് പോകണം, ഇവരൊരു ടീമായിട്ടാണ് നിൽക്കുന്നത്. അത് പറയാണ്, നിങ്ങൾ ഇവിടെ നിന്ന് വിട്ട് ഈ ക്യാമ്പിൽ നിന്ന് അപ്പുറത്തെ ക്യാമ്പിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഭയങ്കരമായ ഒരൊറ്റ പ്രതീക്ഷ ഞങ്ങൾക്കുള്ളൂ, ഏത് നിമിഷവും ഈ യെരുശലേം ദേവാലയത്തിന്റെ നാശം സംഭവിക്കാം. അപ്പോൾ എല്ലാവരെയും ദഹിപ്പിച്ചു കളയുന്ന ക്രോധാഗ്നിയുള്ളൂ. അത് തന്നെ ആക്ഷരികമായിട്ട് സംഭവിച്ചു. യെരുശലേം ശൂന്യമായി പോയി. അപ്പൊ അതേക്കുറിച്ചാണ് ഈ സഭയുടെ ഗീതങ്ങളിൽ നമ്മൾ ഈ പാടുന്നത്. പൗരോഹിത്യം, രാജ്യം, പ്രവചനം എന്നീവയന്യേ യൂതന്മാരെ നിങ്ങളുടെ നിലയം സർവം ശൂന്യം ദേവാ. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും തന്നെ വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മലിനമെന്ന് നിരൂപിക്കുകയും കൃപയുടെ ആത്മാവിനെ നിന്ദിക്കുകയും ചെയ്തവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പീൻ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാത്തവന് കരുണ കൂടാതെ 2-3 സാക്ഷികളുടെ വാമൊഴി കേട്ട് മരണശിക്ഷ വിധിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞാൽ ജൂവിഷ് സിസ്റ്റത്തോടാണ് ഈ പറയുന്നത്. ജൂവിഷ് സിസ്റ്റത്തിൽ മോശയുടെ ന്യായപ്രമാണം 2-3 സാക്ഷികളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് മരണശിക്ഷ കിട്ടും. പക്ഷേ യെരുശലേമിലുള്ള എബ്രായ ക്രിസ്ത്യാനികളോട് ഈ ലേഖനത്തിൽ പറയാണ്, നിങ്ങൾ ഈ ക്യാമ്പ് വിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും എന്ന് വിചാരിപ്പിക്കും. എന്ന് പറഞ്ഞാൽ മോശയുടെ കാലത്ത് അവര് കൊല്ലുന്നതിനേക്കാൾ ഒരു മര്യാദ ഇല്ലാത്ത കൊലപാതകമാണ് ആരുടെ കാലത്ത്? ടൈറ്റസ് വരുമ്പോൾ കൊല്ലാൻ പോകുന്നത്. യഹൂദന്റെ രക്തം തോടുപോലെ ഒഴുകി എന്നാണ് ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. വിചാരണ കൂടാതെ ഭേദ്യം ചെയ്തും അതിക്രൂരമായും അവരെ കൊന്നുകളഞ്ഞു. അപ്പൊ കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രമാകും. അല്ലാതെ ഈ വാക്യം വായിച്ചിട്ട് ഇനി കർത്താവ് ഇവിടെ വന്ന് എല്ലാവരെയും ശിക്ഷിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നോ വേ. നിങ്ങൾ ഇതാണ് തെറ്റായിട്ടുള്ള കോണ്ടെക്സ്റ്റിൽ ഇത് വായിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഈ 6-ാം അധ്യായവും 10-ാം അധ്യായം ഒരുമിച്ച് വായിക്കുമ്പോൾ നമുക്കത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം,
അപ്പൊ നമുക്ക് ലഭിച്ച പ്രകാശനം എന്ന് പറഞ്ഞാൽ മാമോദിസ സ്വീകരിച്ച് സഭയിൽ ചേർന്നതിന് ശേഷം ഈ കാര്യമാണ്. അപ്പൊ ഈ ലേഖനവും ആ കോണ്ടെക്സ്റ്റും അത് ടോട്ടലി ആ ജൂവിഷ് ക്രിസ്ത്യൻസിന് വേണ്ടി, ഹീബ്രു ക്രിസ്ത്യൻസിന് വേണ്ടി ഉള്ളതായിരുന്നു. ഇറ്റ്സ് ഓൾ ഹാപ്പൻഡ്. അതെല്ലാം സംഭവിച്ചു, എല്ലാം സംഭവിച്ചു. അത് തന്നെയാണ്, ഇതേ കാര്യമാണ് മാത്യു ചാപ്റ്റർ 13 കർത്താവ് പറയുന്നത്. മാത്യു ചാപ്റ്റർ 13 പറയുന്നത് ഞാൻ മുമ്പ് വായിച്ചു. അവിടെ പറയാണ്, നമ്മളത് ഗ്രീക്കും വായിച്ചല്ലോ, രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. എന്നിട്ട് അവിടെ പറയാണ് ലോക അവസാനത്തിങ്കൽ, ആ തർജ്ജിമ അതങ്ങനെയാണ്, യുഗാവസാനത്തിങ്കൽ അല്ലെങ്കിൽ കാലാവസാനത്തിങ്കൽ, കൊയ്ത്ത് കാലാവസാനം, കൊയ്യുന്ന ദൂതന്മാർ കളകൂട്ടി തീയിലൊഴിഞ്ഞു, കാലാവസാനത്തിങ്കൽ സംഭവിക്കും. അപ്പം കാലാവസാനത്തിങ്കൽ അത് സംഭവിച്ചു. ഇറ്റ്സ് ഹാപ്പൻഡ്. അപ്പൊ വിതയ്ക്കുന്നവൻ വിതയ്ക്കാൻ പുറപ്പെട്ടു, അത് നല്ല നിലത്ത് വീണു. ഇന്നും നമ്മൾ ആ വാക്യം വെച്ചിട്ട് നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, നമ്മൾ അതിനെപ്പറ്റി പഠിക്കുന്നുണ്ടല്ലേ, പ്രബോധിപ്പിക്കുന്നുണ്ട്. അത് നന്നായി, അത് ഇസ് ദാറ്റ് ഗുഡ്? യെസ്. ആ വാക്യം ആക്ഷരികമായിട്ട് അല്ലെങ്കിൽ ലിറ്ററലി ഫുൾഫിൽഡ്. AD 70 ഇറ്റ്സ് ഹാപ്പൻഡ്, ഇറ്റ്സ് ഫുൾഫിൽഡ്. അത് സംഭവിച്ചു. യേശു കർത്താവ് പറഞ്ഞ ആ വാക്യത്തിന്റെ പൂർത്തീകരണം AD 70 സംഭവിച്ചു. യെരുശലേം ദൈവാലയം തീ വെച്ച് ചുട്ടുകളഞ്ഞു. എബ്രായർ 6 എബ്രായർ 10 പറഞ്ഞ കാര്യങ്ങൾ സംഭവിച്ചു. അതെല്ലാം കത്തിച്ചു കളഞ്ഞു. ഇനി ആ വാക്യത്തിന് പ്രസക്തി ഇല്ലേ? പിന്നെ അത് കീറിക്കളയാവല്ലോ, ബൈബിളിൽ അത് വേണ്ടല്ലോ. ഇപ്പൊ തന്നെ കമന്റുകൾ വരും അവിടെ ബൈബിളിൽ. യെസ്. ആ വാക്യം നമുക്ക് ഉപയോഗിക്കാമോ? ആ വാക്യം ഇന്ന് നമുക്ക് പ്രബോധിപ്പിക്കാമോ? യെസ്. പക്ഷെ നമ്മൾ അങ്ങനെ പറഞ്ഞത് ആ കോണ്ടെക്സ്റ്റിൽ അത് സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയിട്ട് ആ വാക്യം നമുക്ക് തുടർന്ന് ഇപ്പോഴും പ്രബോധനത്തിന് വിതയ്ക്കുന്നതിന്റെ ഉപമ പ്രസംഗിക്കാൻ കുഴപ്പമില്ല. നല്ല ഉപമയല്ലേ, ഇന്ന് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അതിന്റെ ഒറിജിനൽ ഫുൾഫിൽമെന്റ് നടന്നു. അപ്പൊ അതിനൊരു ഉദാഹരണമായി നമ്മൾ ഹോർലിക്സ് മേടിക്കും. ഹോർലിക്സ് കൊണ്ടുവന്നിട്ട് ഹോർലിക്സ് എല്ലാം ഉപയോഗിച്ച് കഴിയുമ്പോൾ ആ കുപ്പിയുണ്ട്, നല്ല ഭംഗിയാണ്. അപ്പൊ ഇവിടെ സായിപ്പുമാരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? അത് ട്രാഷിക്കളയും. മലയാളികളെ സംബന്ധിച്ച് അതെന്ത് ചെയ്യും? അത് കീപ്പ് ചെയ്യും. അച്ചാർ ഇട്ട് വെക്കാം, അല്ലെങ്കിൽ വൻപയറൊക്കെ ഇട്ട് വെക്കാം, ചിലർ പഞ്ചസാര ഇട്ട് വെക്കാം, വേറെ കണ്ടെയ്നർ മേടിക്കണ്ട. ഇപ്പൊ നാട്ടിലെ ഒരു വീട്, അപ്പൊ ആ ഒരു വലിയ വീടാണ്. അപ്പൊ പഴയ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ അവിടെ ഒരു വലിയൊരു വീട്ടിൽ ജോലിക്ക് പോകുന്ന ഒരു പുള്ളിക്കാരത്തി അവിടെ ജോലിക്ക് പോയിരുന്ന കോട്ടയത്ത് ഒരു വലിയ വീട്ടിലെങ്ങാണ്ട, അവിടെ എങ്ങാണ്ട് ഡോക്ടർമാരുടെ ഒരു വീട്ടിൽ. അപ്പൊ ആ വീട്ടിൽ ജോലിക്ക് പോയിട്ട് പുള്ളിക്കാരത്തി വരുമ്പം അവരുടെ വീട്ടിൽ അന്നൊക്കെ എല്ലാവരും ഇങ്ങനത്തെ ടിന്നിലുള്ള സംഗതികളൊന്നും മേടിക്കത്തില്ല. ഈ പത്രക്കടലാസിലും അന്ന് ഈ സാധാരണ ആളുകൾ സാധനം മേടിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ പത്രക്കടലാസ് തന്നെ അപൂർവമാണ്. കൂടുതൽ ഈ തേക്കിന്റെ ഇലയിലും വട്ട ഇലയിലും ഒക്കെ സാധനം പൊതിച്ചു കൊടുത്തോണ്ടിരുന്ന കാലമാണ്. പത്രമൊക്കെ തന്നെ വിരളമാണ്. ഇവരിത്രയും പാത്രങ്ങൾ, ഈ പ്രോട്ടീൻ എക്സും ഹോർലിക്സും ഒക്കെ അങ്ങനെയുള്ള കുപ്പികളൊക്കെ കൊണ്ടുവന്നു അവരുടെയൊക്കെ അടുത്ത ആളുകൾക്കൊക്കെ കൊടുക്കുമായിരുന്നു. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യാണ്? ഈ ഹോർലിക്സിന്റെ കുപ്പി, നാട്ടിലെ വെറും താന്ന വീട്ടുകാരൊക്കെ ഉണ്ട്, അവർ ഈ ഹോർലിക്സ് ജീവിതത്തിൽ കുടിച്ചിട്ടില്ല ഹോർലിക്സ്, പക്ഷെ അവരുടെ ഹോർലിക്സിന്റെ കുപ്പി ഇരിപ്പുണ്ട്. അവരുടെ ഹോർലിക്സിന്റെ കുപ്പിക്കകത്ത് അവർക്ക് വേണ്ടപ്പെട്ട സാധനമൊക്കെ ഇട്ട് സൂക്ഷിച്ച് വെക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ കാലങ്ങളോളം ആ കുപ്പി ഇങ്ങനെ സൂക്ഷിക്കും. അപ്പൊ ആ ഹോർലിക്സ് കുപ്പിക്കകത്ത് ഇങ്ങനെ വൻപയർ ഇട്ട് വെച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ ഈ വാക്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാം. ഈ വാക്യങ്ങൾ കാരണം അതിന്റെ ഹോർലിക്സ് എല്ലാം യഹൂദന്മാർ കലക്കി കുടിച്ചു, എല്ലാം അവിടെ തീർന്നു. കാരണം അതിനെ ചുട്ടു കളയുകയും ചെയ്തു, അതിന്റെ അവസാനം വരികയും ചെയ്തു, സകലതും കൽക്കൂനാക്കി തീർക്കുകയും ചെയ്തു. ഇവിടെ ഇന്ന് നമ്മൾ വീണ്ടും ഈ ഹോർലിക്സിന്റെ കുപ്പി ഇവിടെ ഇരിക്കുന്നു. ദാറ്റ്സ് ഗുഡ്. അത് വെക്കേണ്ടവർക്ക് വെക്കാം. പക്ഷേ നോ മോർ കണ്ടംനേഷൻ, നോ മോർ കണ്ടംനേഷൻ ഫോർ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തുയേശുവിലേക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഇനിയും ദൈവതമ്പുരാൻ വന്നിട്ട് നമ്മളെ ശിക്ഷിക്കാനും പിടിക്കാനും ഒക്കെ ഇരിക്കുകയാണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. ഇറ്റ് വാസ് ദ എൻഡ് ഓഫ് അയോൺസ്. യുഗത്തിന്റെ അവസാനമായിരുന്നു. ആ യുഗത്തിന്റെ അവസാനം അവിടെ സംഭവിച്ചു. ഇറ്റ് വാസ് ദ കൺസ്യൂമേഷൻ ഓഫ് ദ ഏജസ്. അപ്പൊ ഇതൊക്കെ ചിന്തിച്ച് ഭയപ്പെട്ട് ഈ ബൈബിളിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയാണ് ഇത് സംസാരിച്ചത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ദിസ് ഈസ് ഗ്ലോറിയസ്